Good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പഠിച്ചത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ്, സ്റ്റോറേജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർസ് അല്ലെ? അവിടെ വരെയല്ലേ നമ്മൾ എടുത്തത്? പലതരത്തിലുള്ള സ്റ്റോറുകൾ ഏതൊക്കെയാ? ഡ്രഗ് സ്റ്റോർസ് ഉണ്ട്, സർജിക്കൽ സ്റ്റോർസ് ഉണ്ട്, അനസ്തെറ്റിക് സ്റ്റോർസ് ഉണ്ട്, കിച്ചൺ സ്റ്റോർസ് ഉണ്ട്, ലിനൻ സ്റ്റോർസ്, ജനറൽ സ്റ്റോർസ് അല്ലെ? അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്? ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നോട്ട് ചെയ്തിട്ടാൽ മതി, അവിടെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട കേട്ടോ. ഇനി അവിടെ ഏതാ പറഞ്ഞേക്കുന്നേ? നെക്സ്റ്റ് സിറ്റുവേഷൻസും കൂടി നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നല്ലേ? യൂസറിനോട് അടുത്തായിരിക്കണം. കഴിഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഇത് വേണം, വെഹിക്കിൾസിന്റെ അവൈലബിലിറ്റി നോക്കണം, പാർക്കിംഗ് ആൻഡ് അൺലോഡിങ് പറഞ്ഞു, പിന്നെ അഡിക്വേറ്റ് ട്രെയിനിങ് സ്പേസ് വേണം, ഡേഞ്ചറസ് മെറ്റീരിയൽസും ആയിട്ടുള്ള ഇത് വേണം, സേഫ്റ്റി സുരക്ഷ വേണം, ഇൻഫ്ലേമബിൾ ജ്വലിക്കുന്ന അല്ലെങ്കിൽ കത്തുന്ന മെറ്റീരിയൽസ് അതേപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, പിന്നെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതൊക്കെ പ്രത്യേകം നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ തൊട്ടടുത്താണെങ്കിലും അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും ഒരവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരത്തായിട്ട് ഒരു എല്ലാം ഒന്നും പറയാമോ? ഇതാണ് മോളെ. എന്നാണ് ചോദിച്ചത്? കൈൻഡ്സ് ഓഫ് ഓർഡർ ആണോ? ഓക്കെ, SLA. സർവീസ് ലെവൽ എഗ്രിമെന്റ് അതിന്റെ ഇതാണോ പറഞ്ഞത്? SLAയുടെ എക്സ്പാൻഡഡ് ഫോം ആണോ? സർവീസ് ലെവൽ എഗ്രിമെന്റ് എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സർവീസ് ലെവൽ എഗ്രിമെന്റ് എക്സ്പ്ലനേഷൻ ആണോ? ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷനിലല്ലേ നമ്മൾ പറഞ്ഞത്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് ക്ലർക്ക് ഓഫ് അസിസ്റ്റന്റ് അല്ലേ? നോക്കിയേ, അതിനകത്ത് എത്രാമത്തെ പോയിന്റ് ആണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പർച്ചേസിംഗ് മാനേജറിന്റെ വന്ന ഓക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. മാനേജിംഗ് എനി SLAs. SLA എന്ന് പറഞ്ഞാൽ സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് ദാറ്റ് മേ ബി പ്ലേസ് ആൻഡ് മാനേജിംഗ് എനി മാസ്റ്റർ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് കമ്പനി. അതായത് പറഞ്ഞേക്കുന്നത് SLA സർവീസ് ലെവൽ എഗ്രിമെന്റ്സ്, അതായത് നമുക്ക് എന്താ പറയാ, സപ്ലയറും കമ്പനിയും തമ്മിലുള്ള ഇപ്പൊ നമ്മളൊരു എഗ്രിമെന്റിൽ എത്തിച്ചേരണം. അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇപ്പൊ നമ്മള് ഇന്ന മെറ്റീരിയൽസ് ഇന്ന സപ്ലയറിൽ നിന്നൊക്കെ എടുക്കാന്നുള്ളൊരു നമ്മളൊരു എന്താ പറയാ ഒരു എഗ്രിമെന്റ് വരുന്നില്ലേ, എഗ്രിമെന്റ് സൈൻ ചെയ്യില്ലേ, അതായത് സർവീസ് ലെവൽ എഗ്രിമെന്റ്. അത് എന്താ പറയാ, അത് മാനേജ് ചെയ്യണമെന്ന്. അപ്പൊ ആ എഗ്രിമെന്റ് ഈ നമ്മുടെ പർച്ചേസിംഗ് മാനേജറും കൂടി അറിഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിലായിരിക്കണം. അത് ആ ഒരു മാസ്റ്റർ എഗ്രിമെന്റ് എന്ന് പറയുന്നത് സപ്ലയറും കമ്പനിയും തമ്മിലുള്ള മാസ്റ്റർ എഗ്രിമെന്റ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് ലെവൽ എഗ്രിമെന്റ് മാനേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിനകത്ത് ഇത് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, അത് മൂന്നും നമുക്ക് അങ്ങനെ അധികം ചോദിക്കുന്ന ഇതല്ല. ജസ്റ്റ് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോം ഒക്കെ അങ്ങനെ ചോദിക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് SLA എന്നുള്ളത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. സർവീസ് ലെവൽ എഗ്രിമെന്റ്സ് അത് എന്ത് ചെയ്യുക, അത് മാനേജ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി അടുത്ത് സ്റ്റോറുകളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ.
സ്റ്റോർ പറഞ്ഞു അല്ലെ, സ്റ്റോർസ് പറഞ്ഞു, അതിന്റെ ഫാക്ടേഴ്സും സ്റ്റോറുകളുടെ സ്ഥാനം നിശ്ചയിക്കുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഡോക്യുമെന്റ്സ് ഓർ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ റെക്കോർഡ്സ് ആണ് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവര് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവര് സൂക്ഷിക്കുന്നത്? പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പേരുകൾ നോട്ട് ചെയ്യുക. നോക്കി ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ സ്റ്റോർസ്. സ്റ്റോറുകളിൽ സൂക്ഷിക്കുന്ന ഡോക്യുമെന്റ്സുകൾ അല്ലെങ്കിൽ റെക്കോർഡ്സ് ഏതൊക്കെയാണ്? സ്റ്റോർ മാനുവൽ, then purchase requisition, purchase plan, purchase order, delivery chellan, good received note, good return note, materials requisition note, bin card, stores, ledgers and debt stock register. അതിനകത്ത് ഫസ്റ്റ് ആണ് സ്റ്റോർ മാനുവൽ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. എന്താണെന്ന് ഡീറ്റെയിൽ ഒന്നും അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ ആണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. റെക്കോർഡ്സ് ഏതൊക്കെ റെക്കോർഡ്സ് ആണുള്ളത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഈ സ്റ്റോർസ് മാനുവൽ എന്ന് പറഞ്ഞാലായിട്ട് അതായത് നമ്മുടെ ആ സ്റ്റാഫുകള് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സില് മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോഴ്സില് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗനിർദ്ദേശമാണ് സ്റ്റോർ മാനുവൽ. അപ്പൊ അതിനകത്ത് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അത് ആ സ്റ്റോഴ്സില് ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കൈകാര്യം ചെയ്യാനും ഒക്കെ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശമാണ് സ്റ്റോർ മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയാ? അവിടുത്തെ സ്റ്റാൻഡേർഡ്സ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സ്റ്റാഫിന് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാഫിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗനിർദ്ദേശമാണ് സ്റ്റോർ മാനുവൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത നമ്മൾ പഠിച്ചതാണ് പർച്ചേസ് റിക്വസിഷൻ, പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് പ്ലാന് ആസൂത്രണം, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്, ദെൻ അടുത്തത് ഡെലിവറി ചെല്ലാൻ. പിന്നെ അടുത്ത ഏതാ? ഡെലിവറി ചെല്ലാൻ. ഡെലിവറി ചെല്ലാൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ഒക്കെ ഒരിടത്ത് ചെല്ലാൻ കേട്ടിട്ടില്ലേ നിങ്ങൾ? ചെല്ലാൻ ഈ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു രേഖ അല്ലെ ചെല്ലാൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോ എന്താ പറയാ പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഇത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലെ? ചെല്ലാൻ എന്ന് പറഞ്ഞത് നമുക്ക് ബാങ്കിലൊക്കെ നമ്മൾ ക്യാഷ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ അതെന്താ പറയാ അത് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു രേഖയാണത്. ഡെലിവറി ചെല്ലാൻ അത് എപ്പോഴാ? ഡെലിവറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുമ്പോഴോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഡെലിവറി ചെല്ലാൻ. പിന്നെ അടുത്താണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട്സ്. ഗുഡ് റിസീവ്ഡ് നോട്ട് അതായത് നമ്മളത് സപ്ലയറിൽ നിന്ന് നമ്മൾ എന്താ പറയാ ലഭിച്ച സാധനങ്ങളില്ലേ, സപ്ലയറിൽ നിന്ന് നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് സ്റ്റോറിലേക്കൊക്കെ നമ്മുടെ സാധനങ്ങള് നമ്മൾ ഡെലിവറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ഇത്ര ഐറ്റം നമുക്ക് ഇവിടെ നമ്മൾ റിസീവ് ചെയ്തു, നമ്മൾ കൊടുത്ത ലിസ്റ്റും നമ്മൾ ഇവിടെ റിസീവ് ചെയ്തതും, അപ്പൊ ആ സപ്ലയറിൽ നിന്ന് ലഭിച്ച സാധനങ്ങള് അത് കാണിക്കുന്ന ഒരു രേഖയാണ്. അപ്പൊ അത് നമുക്ക് ഓർഡർ ചെയ്തത് കറക്റ്റ് ആണോ? നമ്മളിപ്പോ ഒരു 10 ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഓർഡർ ചെയ്തു, അപ്പൊ നമ്മള് എന്താ ഡെലിവറി ചെല്ലാൻ ഗുഡ് റിസീവ്ഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ അത് നമുക്കൊന്ന് ഒത്തു നോക്കാൻ പറ്റും. അതായത് നമ്മൾ റിസീവ് ചെയ്ത് 10 എണ്ണം തന്നെ നമ്മൾ റിസീവ് ചെയ്തോ അല്ലെ? 10 എണ്ണം നമ്മൾ അത് സ്വീകരിച്ചോ, കൊണ്ടുപോകുന്നത് 10 എണ്ണം തന്നെയാണോ, അത് 10 എണ്ണം നമ്മൾ എടുത്തോ എന്നുള്ളത്. അതായത് നമ്മൾ ആ സപ്ലയറിൽ നിന്ന് ലഭിച്ച സാധനങ്ങളുടെ ഒരു രേഖ അല്ലെ, ഇത്ര നമ്മൾ കറക്റ്റ് ആയിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തൂലേ? അതായത് പറയുന്ന ഓർഡർ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിച്ചു എന്നതിനുള്ള ഒരു തെളിവായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം.
ഗുഡ് റിസീവ്ഡ്, സാധനങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഒരു രേഖ. പിന്നെ അടുത്താണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. എന്തോ ഒരു മെറ്റീരിയൽസ് ഒക്കെ വേണം മാനുഫാക്ചർ പ്രോസസ്സ് പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അഭ്യർത്ഥിക്കുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അഭ്യർത്ഥിക്കാൻ വേണ്ടി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് മെറ്റീരിയൽസ് റിക്വസിഷൻ നോട്ട്. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, നമുക്ക് ആവശ്യമായ മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു രേഖയാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ കാർഡ് എന്ന് വെച്ചാൽ നമ്മള് സ്റ്റോക്ക് റൂമുകളിൽ ആവശ്യമായത് അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകളിൽ ഉപയോഗിക്കുന്ന ഒരു റെക്കോർഡ്. ആ റെക്കോർഡ് സൂക്ഷിക്കൽ രേഖകളാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ കാർഡ്, സ്റ്റോക്ക് കാർഡ് എന്ന് പറയും അതിന് കേട്ടോ. സ്റ്റോക്ക് കാർഡ്, എത്രത്തോളം സ്റ്റോക്ക് അവിടെ ഉണ്ട് അതൊക്കെ നമ്മൾ അതിന്റെ എന്താ പറയാ സ്റ്റോക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ കണക്കും കാര്യങ്ങളൊക്കെ ആണ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ബിൻ കാർഡിനെ സ്റ്റോക്ക് കാർഡ് എന്നും പറയും. സ്റ്റോക്ക് കാർഡ്. ഫാർമസിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ പിൻ കാർഡ്. ഓക്കെ, പിൻ കാർഡ്. പിന്നെ അടുത്തത് സ്റ്റോർസ് ലെഡ്ജർ ആൻഡ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോർസ് ലെഡ്ജർ, ഇത് നമ്മുടെ സ്റ്റോർസ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ നമ്മൾ സംഭരിക്കുന്ന, നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു വസ്തുക്കളുടെയും പ്രൊഡക്ഷൻ സപ്ലൈസിന്റെയൊക്കെ മാനുവൽ അടങ്ങിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ റെക്കോർഡാണ് സ്റ്റോർസ് ലെഡ്ജർ. എല്ലാം ഏകദേശം ഒക്കെ എന്താ പറയാ കണക്ട് ചെയ്ത പോലെയാണ്. ഓരോ നമ്മൾ പറയുന്ന വേർഡ്സുമായിട്ട് അല്ലെങ്കിൽ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള സ്റ്റോർ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ സംഭരിച്ചിരിക്കുന്ന വസ്തുക്കളുടെ മാനുവൽ അത് കാണിക്കുന്ന ഒരു റെക്കോർഡ്. പിന്നെ അടുത്താണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ഡിമാൻഡ് ഇല്ലാത്ത അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ടുള്ള ആ റെക്കോർഡുകൾ, ആ മെറ്റീരിയൽസിന്റെ റെക്കോർഡാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ്. കാലഹരണപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത മെറ്റീരിയൽസ് അതിന്റെയൊക്കെ നമ്മൾ ലിസ്റ്റ്, അതാണ് ഡെഡ് സ്റ്റോക്ക് രജിസ്റ്റർ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഞാൻ. ഇനി അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അവിടെ റെക്കോർഡ്സ് ഏതാണ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം കേട്ടോ. 1 or 2 പ്രാവശ്യം ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇനി അടുത്തതാണ് സ്റ്റോർ വേരിയേഷൻസ്. അത് ടിക്കറ്റ് വെച്ചോട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് അത് റെക്കോർഡുകൾ. ഇനി അടുത്ത സ്റ്റോർ വേരിയേഷൻസ്. സ്റ്റോറിൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന മെറ്റീരിയൽസിലൊക്കെ എങ്ങനെ നമുക്ക് വേരിയേഷൻസ് പറ്റാം, ഈ വേരിയേഷൻസ് എന്തൊക്കെ കാരണം കൊണ്ട് വരാം. ഇറ്റ് ഈസ് ഡ്യൂ ടു റോങ് എൻട്രീസ്. എന്താ തെറ്റായ പ്രവേശനം മൂലം. It is due to wrong entry, shortage or over issue. ഒന്നിൽ എന്തെങ്കിലും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ്, നമുക്ക് ദൗർലഭ്യം മൂലമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രശ്നം, ഓവർ ഇഷ്യൂ, ഷോർട്ടേജ് ഓർ ഓവർ ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമോ, കെപ്റ്റ് ഇൻ റോങ് ബിൻ, തെറ്റായ ബിന്നുകളിൽ സൂക്ഷിക്കുന്ന വഴിയോ, പിൽഫറേജ്, മോഷണം വഴി, മോഷണം ആയിട്ട് നമുക്ക് സ്റ്റോറിൽ വേരിയേഷൻ വരാം. അല്ലെങ്കിൽ ഇവാപറേഷൻ, നമ്മൾ സ്പിരിറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, ഇവാപറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധയില്ലാതെ മര്യാദയ്ക്ക് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. പിന്നെ ആൻഡ് വേസ്റ്റ് ആയിട്ടൊക്കെ പോകാം. അപ്പൊ ഇങ്ങനെ ഈ രീതികളിലൊക്കെ നമുക്ക് സ്റ്റോറിൽ വേരിയേഷൻ സംഭവിക്കാം. It is due to wrong entry, shortage or over issue, kept in wrong bin, pilferage, evaporation and waste. ഇനി pilferage എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. pilferage എന്താ? act of stealing things of low value, അല്ലെ? ചെറിയ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പിൽഫറേജ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ വിലയുള്ള നിസ്സാര വസ്തുക്കള് അത് മോഷ്ടിക്കുന്നതിനെയാണ് പിൽഫറേജ് എന്ന് പറയുന്നത് കേട്ടോ. കുറഞ്ഞ വിലയുള്ള വസ്തുക്കൾ മോഷ്ടിക്കുന്നതാണ് പിൽഫറേജ്. The act of stealing things of low value, വില കുറഞ്ഞ വസ്തുക്കള് മോഷ്ടിക്കുന്ന പ്രവൃത്തി. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോഷ്ടിക്കുക എന്നുള്ള മീനിങ് ആട്ടോ.
വില കുറഞ്ഞ വസ്തുക്കൾ മോഷ്ടിക്കുന്നതാണ് പിൽഫറേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ്. ടിക്കിട്ട് വെച്ചോട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സ്റ്റോക്ക് വേരിയേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം. ദെൻ ആക്യുറസി, കൃത്യത. ദെൻ അടുത്തൊക്കെ ഒബ്സർവിംഗ് ഓഫ് തെഫ്റ്റ് ആൻഡ് പിൽഫറേജ്, മോഷണോ അല്ലെങ്കിൽ ഇങ്ങനെ പിൽഫറേജ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എക്സാമിനിങ് ഓഫ് സിസ്റ്റം, സിസ്റ്റത്തെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ റിവ്യൂ ഓഫ് സേഫ്റ്റി, സുരക്ഷയുടെ അവലോകനം. ഇതിനൊക്കെ നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തിനാണ് നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്? അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? 5 പോയിന്റ്സ് ഉണ്ട്. അത് പേരുകൾ പഠിച്ചു വെക്കുക. എന്താണ് നമ്മുടെ ഒരു ഇങ്ങനെ ഓരോരുത്തർക്കുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അതിനകത്ത് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക അല്ലെ, എപ്പോഴും നമ്മൾ സ്റ്റോക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരും അല്ലെ, അവർക്കൂടെ ഒരു ഉത്തരവാദിത്തമായിട്ട് വരും. അപ്പൊ ആ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്താ പറയാ, അവർക്കുടെ ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അല്ലെ, അതൊരു ലക്ഷ്യം. അക്കൗണ്ട് ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ നടത്തുന്ന പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ, സ്റ്റോക്കിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ഉത്തരവാദിത്തം ആയിട്ട്. ദെൻ ആക്യുറസി, കൃത്യത നിർണ്ണയിക്കുന്നതിന്. എല്ലാ സ്റ്റോക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടോ അല്ലെ, മതിയായ സ്റ്റോക്ക് നമുക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ. ആക്യുറസി, അതിന്റെ കൃത്യത നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ തെഫ്റ്റ് അല്ലെങ്കിൽ പിൽഫറേജ് ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സിസ്റ്റം എക്സാമിൻ ചെയ്യാൻ, സിസ്റ്റം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട്. റിവ്യൂ ഓഫ് സേഫ്റ്റി, സുരക്ഷയുടെ അവലോകനം. 5 പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തതാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോഡിഫിക്കേഷൻ. Codification is the process of representing all item by a number or alphabet. Underline ചെയ്തോട്ടോ. Dash is the process of representing all item by a number or alphabets. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഐറ്റത്തെ നമ്മൾ നമ്പറിലോ അല്ലെങ്കിൽ ആൽഫബറ്റ്സിലോ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞത്? കോഡിഫിക്കേഷൻ നമ്മൾ കുറച്ചൊക്കെ എന്താ പറയാ, പ്രിഫിക്സ് സഫിക്സ് ഒക്കെ ടെർമിനോളജിയിൽ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ ആദ്യത്തെ 3 ലെറ്റേഴ്സ് ഒരു കോഡ്. അപ്പൊ അതായത് ഞാൻ പറയാം, സർജിക്കൽ ഐറ്റത്തിനെ നമ്മൾ SUR എന്നാ പറയുന്നത്. അപ്പൊ SUR എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വായിക്കണം? സർജിക്കൽ ഐറ്റം അല്ലെ. അവിടെ എങ്ങനെയാ കോഡ് കൊടുത്തേക്കണം? ആൽഫബറ്റ് ആണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത് അല്ലെ. ആൽഫബറ്റ്സ് ആ 3 ലെറ്റർ മാത്രമേ എഴുതുള്ളൂ. എന്താ പറഞ്ഞേക്കുന്നേ? ഒരൈറ്റത്തെ നമ്പറോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് കൊണ്ടോ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് കോഡിഫിക്കേഷൻ. ക്ലിയർ ആയോ? Codification is the process of representing all item by a number or alphabets. ഇനി ചില മെറ്റീരിയൽസ്, ചില ഐറ്റംസ് നമുക്ക് നമ്പറിലായിരിക്കും പറയുന്നത്. അപ്പൊ ആ കോഡാണ് അത് അല്ലെ. അപ്പൊ ആ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കണം? ഇത് ഇന്ന ഐറ്റം ആണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ SUR ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ SUR എന്ന ആൽഫബറ്റിലാണ്, അല്ല ആൽഫബറ്റിക് കോഡിഫിക്കേഷൻ ആണ് അത് പറഞ്ഞേക്കുന്നത്. ആൽഫബറ്റ് ആണ് അവിടെ കോഡ്. അപ്പൊ SUR എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വായിക്കണം? സർജിക്കൽ ഐറ്റംസ്. കണ്ടോ? അപ്പൊ അങ്ങനെ നമ്പറിലോ ആൽഫബറ്റ്സിലോ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. ഡാഷ് ഈസ് ദ പ്രോസസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് ഐറ്റം ഓൾ ഐറ്റം ബൈ എ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് ഈസ് കോൾഡ്. അങ്ങനെയും ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. ഇതായാലും കോഡിഫിക്കേഷൻ. നോക്കിയേ, ദ ഡിജിറ്റ് ഓഫ് വിച്ച് ഷോസ് ദ ഗ്രൂപ്പ്, the subgroup and the type and the magnitude of the item. ഇനി നോക്കി, ഡിജിറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഗ്രൂപ്പുകളെ. ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന്റെ സബ് ഗ്രൂപ്പ്. ദെൻ ടൈപ്പ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഐറ്റം, ഐറ്റത്തിന്റെ ടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വ്യാപ്തി. വ്യാപ്തി ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നാലേ അത് കാണിക്കുകയാണ് ചെയ്യുന്നത് ഈ കോഡുകൾ, ഈ ഡിജിറ്റുകള്.
അവിടെ കൊടുത്തേക്കുന്ന ഡിജിറ്റുകള് ഗ്രൂപ്പിനെയോ സബ് ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ഏത് ടൈപ്പ് ആയിട്ടാണോ അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തിയോ കാണിക്കാനായിട്ട് ഈ ഡിജിറ്റ് ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് എക്സാമ്പിൾ ഇവിടെ താഴെ കുറച്ച് കോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതും എക്സാം ഇമ്പോർട്ടന്റ് ആട്ടോ. അത് നോട്ട് ചെയ്തിട്ടോ. കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ്. ഫസ്റ്റത്തെയാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ആണ് അവിടെ അല്ലെ. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പേഴ്സ് ആണ്. അപ്പൊ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവിടെ ഏത് കോഡിഫിക്കേഷൻ ഉപയോഗിക്കുന്നേ? നമ്പർ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. നോക്കിയേ, പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ സ്റ്റോർ എന്നാട്ടോ. അത് സ്റ്റോർ, STORE, ഗ്രൂപ്പ് ഇൻ സ്റ്റോർ. പ്രൊവൈഡിങ് നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ് ഇൻ എ സ്റ്റോർ. സ്റ്റോറില് ഓരോ ഗ്രൂപ്പിനെയും ഓരോ മെറ്റീരിയൽസിന്റെ ഓരോ ഗ്രൂപ്പിനെയും മനസ്സിലാക്കാനായിട്ട് അവിടെ നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, 099. ആ കോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് വായിക്കണം? സർജിക്കൽ ഐറ്റം. എന്താ വായിക്കുക? അത് സർജിക്കൽ ഐറ്റത്തെ കാണിക്കുന്നതാണ്. 0 ഇട്ടിട്ട് 99. അപ്പൊ അത് നമ്മൾ അവിടെ ഒന്നും എഴുതൂല. ആ മെറ്റീരിയൽ ഐറ്റത്തിന്റെ പേരോ അല്ലെങ്കിൽ എന്താണെന്നൊന്നും എഴുതൂല. ആ ഡിജിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. നമ്മളപ്പോ അത് പഠിച്ചു വെക്കണം. 099 കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് വായിക്കണം നമ്മളത്? സർജിക്കൽ ഐറ്റം എന്ന് വായിക്കണം. അപ്പൊ അതിനകത്ത് ഇവിടെ ചോദിക്കുന്നത്, എക്സാമിന് ചോദിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ദ നമ്പർ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രൂപ്പ്. അങ്ങനെ ചോദിക്കുന്നേ. നമ്പർ ആ ഗ്രൂപ്പിന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ നമ്പർ ഉപയോഗിക്കുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ്? ഐഡന്റിഫൈ ചെയ്യാലോ. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ നമ്പർ. ക്ലിയർ ആയോ? അത് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ നമ്പർ ആണ് ഒരു ഐറ്റത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ കാണിക്കാനായിട്ട് നമ്പർ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഒന്നും പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. 099 എന്ന് പറഞ്ഞ നമ്പർ സർജിക്കൽ ഐറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണ് അല്ലെ? അടുത്തത് എന്താണ്? രണ്ടാമത്തെ നോക്കിയേ, ആൽഫബറ്റിക്കൽ സിസ്റ്റം ആണ്. അപ്പൊ എന്തായിരിക്കും അവിടെ? എന്തായിരിക്കും? ആൽഫബറ്റ് ആയിരിക്കും അല്ലെ? അവിടെ നമ്മൾ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫബറ്റ് ആയിരിക്കും. ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ഇങ്ങനെ തന്നെ എഴുതാലോ. അത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽ. ആൻസർ അവിടെ തന്നെ ഉണ്ട് അല്ലെ? ആൽഫബറ്റ് ഉപയോഗിക്കുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ്? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം. അവിടെ നോക്കിയേ, ഫസ്റ്റ് 3 ലെറ്റേഴ്സ് യൂസ്ഡ്. ആദ്യത്തെ 3 ലെറ്റർ മാത്രം, അല്ലാതെ ഫുൾ എഴുതൂല. ആദ്യത്തെ 3 ലെറ്റർ മാത്രമേ എഴുതുള്ളൂ. അതാണ് നമ്മള് ഇത് എക്സാമ്പിൾ നോക്കിയേ. സർജിക്കൽ ഐറ്റത്തിന് SUR എന്നും കൂടി എഴുതിക്കോട്ടെ. അവിടെ 3 ലെറ്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ആദ്യത്തെ 3 ലെറ്റർ സർജിക്കലിന്റെ SUR, ഒരാറും കൂടി അവിടെ ചേർത്തു. ഫോർ ദ വേർഡ് സർജിക്കൽ. അപ്പൊ SUR എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വായിക്കണം? അതൊരു കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ് അല്ലെ? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ്. അതിൽ ആദ്യത്തെ 3 ലെറ്റർ ആയിരിക്കും ആ ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ SUR എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് വായിക്കും? സർജിക്കൽ എന്ന് വായിക്കണം. SUR സർജിക്കൽ. രണ്ടെണ്ണം ക്ലിയർ ആയോ? ആദ്യത്തെ നമ്പർ, ഓക്കെ. രണ്ടാമത്തെ ആൽഫബറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ നോക്കിയേ, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. അപ്പൊ അതെന്തായിരിക്കും? അപ്പൊ അവിടെ രണ്ടും ഉണ്ട് അല്ലെ? രണ്ടിന്റെയും കോമ്പിനേഷൻ. മിക്സ്ഡ് ആണ്. വെരി ഗുഡ്. നമ്പറും ഉണ്ടാവും ലെറ്ററും ഉണ്ടാവും. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അത് നമുക്ക് മാറിപ്പോവില്ല അല്ലെ? ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റം. ആൽഫബറ്റിന്റെയും ന്യൂമറിന്റെയും അല്ലെ ആൽഫബറ്റിക്കൽ സിസ്റ്റത്തിന്റെയും ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ ദ മെയിൻ ഗ്രൂപ്പ്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, അത് അങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. മെയിൻ ഗ്രൂപ്പിനെ കാണിക്കാൻ ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നത് കണ്ടോ? അതായത് ആൽഫ എന്നല്ലേ ഫസ്റ്റ് വന്നേക്കുന്നേ.
അപ്പൊ മെയിൻ ഗ്രൂപ്പ് അല്ലേ ഫസ്റ്റ്. അപ്പൊ ആൽഫബറ്റ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മെയിൻ ഗ്രൂപ്പിനെ കാണിക്കാൻ. മാറിപ്പോവില്ല, ആൽഫ എന്നുള്ളത് ഫസ്റ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏതാണ്? ആൽഫബറ്റ്സ് ആയിരിക്കും. യൂസ് ആൽഫബറ്റ്സ് ടു ഷോ ദ മെയിൻ ഗ്രൂപ്പ്. മെയിൻ ഗ്രൂപ്പിനെ കാണിക്കാൻ ആൽഫബറ്റ്സ് ഉപയോഗിക്കും. ദ നമ്പേഴ്സ് ഫോർ ദ സബ് ഗ്രൂപ്പ്. വൈസ് വേഴ്സ അതുപോലെ ആയിരിക്കും തിരിച്ചു. അതുപോലെ തന്നെ നോക്കിയേ, എന്താണ് ഈ നമ്പേഴ്സ് സബ് ഗ്രൂപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. എക്സാമ്പിള് അവിടെ തന്നിട്ടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ ഒന്ന് നോട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് ABC 1 2 3. അങ്ങനെ ഒരു എക്സാമ്പിൾ. അതൊരു ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം ആണ്. അതായത് ആദ്യം 3 ലെറ്റർ ആൽഫബറ്റും തരും, അടുത്ത 3 ലെറ്റർ ഇത് വരും, നമ്പറും വരും. ഓക്കെ, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം. ഇനി അടുത്തത് നോക്കിയേ, പറഞ്ഞേക്കുന്നത് ഏതാ? ഡെസിമൽ സിസ്റ്റം ആണ്. ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെസിമൽ ആൻസർ നമ്മൾ ഡെസിമൽ ഇട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഡെസിമൽ എന്താ? പോയിന്റ് ഇട്ട് പറയുന്നേ അല്ലെ? 0 1. ഓക്കെ, പോയിന്റ് കാണിക്കുന്നത് അല്ലെ? ഡെസിമൽ സിസ്റ്റം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഡ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം. അപ്പൊ അവിടെ എന്താണ്? ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അവിടെ ഡെസിമൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ദ ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ അവിടെ ഏത് ഉപയോഗിക്കുന്നത്? ഡെസിമൽ ആണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, 50.1432 കണ്ടോ? ഇതെന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എക്സാമ്പിൾ ഒന്നും ഡീറ്റെയിൽ പഠിക്കണ്ട, നമുക്ക് ജസ്റ്റ് എന്താണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. അപ്പൊ അതുപോലെ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഡെസിമൽ ആയിരിക്കും, ഇങ്ങനെയായിരിക്കും 50.1432 കണ്ടോ? അതെന്ത് സിസ്റ്റം ആണ്? ഡെസിമൽ സിസ്റ്റം. അപ്പൊ ഡെസിമൽ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡെസിമൽ സിസ്റ്റം. ഇത് 4 തന്നു കഴിഞ്ഞാൽ മാറിപ്പോവില്ലോ. നമ്പർ ആണെങ്കിൽ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫബറ്റ് ആണെങ്കിൽ ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം, ആൽഫ ന്യൂമറിക്കൽ ആണെങ്കിൽ രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ഡെസിമൽ സിസ്റ്റത്തിൽ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതായിരിക്കും? ഒരു ഡെസിമൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് കൊഡാക് സിസ്റ്റം. അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ. എക്സാമിന് അത് രണ്ടും അതുകൊണ്ട് ചോദിക്കാറുണ്ട്. കൊഡാക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൊഡാക് സിസ്റ്റത്തിൽ 10 ഡിജിറ്റ് ആണ്. നോട്ട് ചെയ്തിട്ട്, യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് 10 ഡിജിറ്റ് ആയിരിക്കും, 10 ഡിജിറ്റ് ആയിരിക്കും. This is better to use in surgical department. ഇവിടെ ഏതാ? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റില് അത് നല്ല ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബെറ്റർ ടു യൂസ് ഇറ്റ്. അത് ബെറ്റർ എവിടെയാണ്? യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇങ്ങനെ 10 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ 10 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ കൊഡാക് സിസ്റ്റം എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇതും നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാം. അതായത് 10 ഡിജിറ്റ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണ്? കൊഡാക് സിസ്റ്റത്തിലാണ്. ഇനി ലാസ്റ്റത്തെ ബ്രിഷ് സിസ്റ്റം ആണ്. BRISCH, ബ്രിഷ് സിസ്റ്റം. 10 കൊഡാക് ക്യാമറ. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഇതൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞു സൗമ്യ, അത് നോട്ട് ചെയ്യാനുള്ളത് കണ്ടോ? 10 ഡിജിറ്റ് 10 കൊഡാക് ക്യാമറ അങ്ങനെ വെച്ച് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 10 ഡിജിറ്റ് കൊഡാക് ക്യാമറ അങ്ങനെ ഓർത്ത് വെച്ച് പിന്നെ മാറിപ്പോയല്ലോ. ഇനി നോക്കി, നമ്മൾ ഏത് വഴിയിലൂടെ നമ്മുടെ ആൻസർ കറക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മളൊരു ക്ലൂ ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് എത്ര കൺഫ്യൂസ്ഡ് ആവുന്ന രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആ ഒരു ഇത് ഇനിയിപ്പോ മറന്നുപോയില്ല. 10 ഡിജിറ്റ് കൊഡാക് സിസ്റ്റത്തെ കാണിക്കുന്നതാണ്. അടുത്ത ലാസ്റ്റത്തെ നോക്കിയ ബ്രിഷ് സിസ്റ്റം എന്താണ്? യൂസിങ് 7 ഡിജിറ്റ്. കണ്ടോ? അവിടെ എങ്ങനെയാ? 7 ഡിജിറ്റ് ആണ് ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് യൂസിങ് 7 ഡിജിറ്റ് ടു റെപ്രസെന്റ് എ സ്പെസിഫിക് ഐറ്റം. ഒരു ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏതാണ്? 7 ഡിജിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. ഇത് എന്തിന് ബേസ്? ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് 1.02.00.00. അത് ഏതാണ്? ആ 7 ഡിജിറ്റ് എക്സാമ്പിൾ ഇവിടെ ഒരെണ്ണത്തിന് കൊടുത്തേണ്ട. ആ 7 ഡിജിറ്റ് എന്തിനെ കാണിക്കുന്നതാണ്? മെഡിക്കൽ എക്യുപ്മെന്റിനെ കാണിക്കുന്നതാണ്. അപ്പൊ ആ കോഡിഫിക്കേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തെന്ന് വായിക്കുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന്
വായിക്കണം. മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ചവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? മെഡിക്കൽ കോഡിംഗ് ഒക്കെ ഫുള്ള് ഇത് പഠിക്കണം. അപ്പൊ നമ്മള് ഓരോ കോഡുകളും എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടോ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കോഡിഫിക്കേഷനിൽ തന്നേക്കണേ. ഇങ്ങനെ നമ്മൾ 1.0 to 0.00.00 എന്ന് കണ്ടു കഴിഞ്ഞാല് എന്താ പഠിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് എന്തിനെ വായിക്കണം? നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റിനെ വായിക്കണം. ഉണ്ടല്ലോ, ആരോ ഉണ്ടെന്ന് ഇവിടെ സഫീർ ഇട്ടിട്ടുണ്ട്. ആരെവിടെ കോഡിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടോ? സൗമ്യ പഠിച്ചിട്ടുണ്ടോ? അതെ, എങ്ങനെയുണ്ട്? എളുപ്പമാണോ പഠിക്കാനായിട്ട്? വേറെ സൗമ്യാണോ? നമ്മുടെ ഇപ്പൊ ഇവിടെ ഇല്ല അല്ലെ? നമ്മുടെ കൂട്ടത്തിലില്ല. ഞാനല്ല. ഓക്കെ, സൗമ്യയുടെ ഇവിടെ ഇപ്പൊ നിലവിലുള്ള സൗമ്യ അല്ല എന്നാ പറഞ്ഞേ, വേറെ സൗമ്യ എന്നാ പറഞ്ഞത്. എന്തായാലും എന്താ കോഡിഫിക്കേഷൻ, അപ്പൊ ഓരോ കോഡുകളാണ് അവിടെ നമ്മൾ ഓരോ ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അവിടെ ഐറ്റത്തിന്റെ പേര് എഴുതൂല, കോഡായിരിക്കും. അപ്പൊ 10 ഡിജിറ്റ് എന്തായിരുന്നു? കൊഡാക് സിസ്റ്റം. 7 ഡിജിറ്റ് ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിഷ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ 6 എണ്ണം നമുക്ക് പഠിക്കാണ്ട്. ഇവിടെ 2-3 കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. 1.0, 2.01, 0.00. അതായത് ബ്ലഡ് ഗ്യാസ് അനലൈസർ. ബ്ലഡ് ഗ്യാസ് അനലൈസർ BGA എന്നും കൂടി ഉണ്ട് കേട്ടോ. BGA, ബ്ലഡ് ഗ്യാസ് അനലൈസർ. അടുത്തത് ഏതാണ്? 1.0, 2.0, 1.01 മോഡൽ IBGA3. അത് നമ്മൾ തന്നിട്ടുള്ളൂ. ഓക്കെ, 1.0, 2.0, 2.00 ബോൾസ് അപ്പാരറ്റസ് റീറ്റഡ് മോഡൽ, അതായത് അനസ്തെറ്റിക് മെഷീൻ. ഓരോന്നിന്റെ ഇപ്പൊ ഇതിപ്പോ എക്സാമ്പിൾ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ. അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനകത്ത് ഓരോന്നും അത് ഏത് കോഡിഫിക്കേഷനിൽ വരുന്നതാണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസിങ്, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസിങ് 7 ഡിജിറ്റ് ടു റെപ്രസെന്റ് എ ഐറ്റം, റെപ്രസെന്റ് ആൻ ഐറ്റം, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഡിഫിക്കേഷൻ സിസ്റ്റം യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് ആൻ ഐറ്റം. എന്നിട്ട് ഇതുപോലുള്ള ഓപ്ഷൻസ് തരും. കൊഡാക് സിസ്റ്റം, റിഷ് സിസ്റ്റം, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം, ദെൻ ന്യൂമറിക്കൽ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഡെസിമൽ സിസ്റ്റം എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. ഓക്കെ, ആ രീതിക്ക് ഏത് കോഡിഫിക്കേഷൻ ആണെന്ന് ഉള്ളത് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ മറ്റേത് എക്സാമ്പിൾ തന്നത് ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അത്രയാണ് ആ കോഡിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ അവിടെ കോഡിഫിക്കേഷൻ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്പറോ ആൽഫബറ്റ്സോ ഒരൈറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കോഡിഫിക്കേഷൻ സിസ്റ്റം 6 എണ്ണം. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ, ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ, ചരക്ക് പട്ടികകള് അല്ലെ, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺട്രോളിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ഇൻവെന്ററി കൺട്രോൾ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്, നമുക്ക് ആ ഉപയോഗം അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഐറ്റവും നമുക്ക് അത് ലഭ്യമാകുന്നതിന്റെ അനുസരിച്ച് അതിന്റെ അവൈലബിലിറ്റി, നമുക്ക് അത് ലഭ്യമാകുന്നത് അല്ലെങ്കിൽ അതിന്റെ ഓരോ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഓരോ ഐറ്റത്തിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു 10 പഠിക്കാനുണ്ട് കേട്ടോ. 10 ഉണ്ട്. അത് ജസ്റ്റ് എന്താണെന്നൊന്ന് നോക്കിപ്പോയാൽ മതി. ക്ലാസിഫിക്കേഷൻ എന്താണ്? ഓക്കെ, ഫസ്റ്റത്തെയാണ് ABC, ആനുവൽ വാല്യൂ ഓഫ് to control the items concerned and the issue of material in the normal course of business. അതായത് ഇപ്പൊ ഈ മെറ്റീരിയൽസിനെ നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതാണ്? ABC സിസ്റ്റത്തിലാണ്. ABC ആനുവൽ വാല്യൂ അനുസരിച്ച്, അതായത് ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസെപ്ഷൻ ഓഫ് പർച്ചേസസ്, സ്റ്റോറിംഗ് ഓർ ഓൾവേസ് വെക്ടർ കൺട്രോൾ. എങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ മെറ്റീരിയൽസിനെ ഒരു ആൽഫബറ്റിക് ക്രമത്തിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ആൽഫബറ്റിക്കൽ അപ്രോച്ച്, അതായത് എങ്ങനെയാ അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോൾ ഓരോ മെറ്റീരിയൽസും A വെച്ച് തുടങ്ങുന്ന ഐറ്റംസ്, അത് B വെച്ച് തുടങ്ങുന്ന ഐറ്റംസ്,
സി വെച്ച് അതന്നെ സി വെച്ച് തുടങ്ങി A to Z. അപ്പൊ ആ രീതിയിലായിരിക്കണം അവിടെ എന്ത് ചെയ്യുന്നത് നമ്മള് എന്താ സ്റ്റോർ ചെയ്യേണ്ടത്. കണ്ടോ, പർച്ചേസ്, സ്റ്റോർ, ഓൾവേസ്, ബെറ്റർ കൺട്രോൾ. അത് നമുക്ക് ബെറ്റർ കൺട്രോളിനല്ലേ. അപ്പൊ A വെച്ച് തുടങ്ങുന്നതാണെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോയാൽ മതി. നിങ്ങളുടെ എക്സാമിന് നിങ്ങളുടെ ഈ പേരുകൾ അങ്ങനെയല്ലേ അല്ലേ? അല്ലെ, അങ്ങനെയല്ലേ തന്നേക്കണത്. അതായത് ഇപ്പൊ A വെച്ച് തുടങ്ങുന്ന കുട്ടികളുടെ ആയിരിക്കും ആദ്യ ലിസ്റ്റ്, പിന്നെ B വെച്ച് തുടങ്ങുന്നവരുടെ പേരായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്പർ ഐഡന്റിഫൈ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ലിസ്റ്റ്, മാർക്ക് ലിസ്റ്റ് ഒക്കെ നോക്കണമെങ്കിലും ഒക്കെ എളുപ്പമാണ്. മൊത്തത്തിൽ കിടന്നാൽ നമുക്ക് മൊത്തം ഒരു 10 പേജ് നമ്മൾ നോക്കിയാലാണ് അതിൽ ഒരു പേര് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ആൽഫബറ്റിക്കൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂലേ. A വെച്ച് അശ്വതിയുടെ മാർക്കാണ് എനിക്ക് അറിയേണ്ടെങ്കിൽ ആ Aയിൽ മാത്രം എനിക്ക് നോക്കിയാൽ മതി അല്ലേ? അതുപോലെ ഇവിടെ അപ്പൊ ഐറ്റംസ് എങ്ങനെയായിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാണ്? ABC രീതിയിൽ, അതായത് ആൽഫബറ്റിക്കൽ അപ്രോച്ചിലായിരിക്കും. ആൽഫബറ്റിക്കൽ അപ്രോച്ച് കൺസെപ്ഷൻ. ഓക്കെ, അടുത്തത് VED എന്ന് പറഞ്ഞാൽ വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസറബിൾ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രധാനമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ്. വൈറ്റൽ ഒന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. സുപ്രധാനമായ, വൈറ്റൽ, വളരെയധികം, VED എന്ന് പറഞ്ഞ വൈറ്റൽ, സുപ്രധാനമായ. അടുത്തത് എസെൻഷ്യൽ, അത്യാവശ്യമായ ഐറ്റംസ്. എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യമായിട്ടുള്ളത്. ദെൻ ഡിസറബിൾ. ഡിസറബിൾ എന്ന് പറഞ്ഞാൽ അഭികാമ്യം, അഭികാമ്യമായ. അപ്പൊ എങ്ങനെയാണ് ഇവിടെ മെറ്റീരിയൽസിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? VED രീതിയിലാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ എങ്ങനെയാണ്? ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് എവിടെയാ ഇമ്പോർട്ടൻസ് ഓഫ് ഐറ്റം, ഐറ്റത്തിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെ. അതായത് നമുക്ക് വൈറ്റൽ ആണോ, സുപ്രധാനമായിട്ടുള്ളതാണോ, അത്യാവശ്യമായിട്ടുള്ളതാണോ, അഭികാമ്യമായിട്ടുള്ളതാണോ എന്നാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഐറ്റം ആണ്. അതിനകത്തൊരു എക്സാമ്പിൾ, കുഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിനകത്തൊന്നും പറയല്ല കേട്ടോ. ഇപ്പൊ വൈറ്റൽ ഐറ്റം, സുപ്രധാനമായിട്ട് ഓക്സിജൻ സിലിണ്ടർ നോക്കി. ഈ വൈറ്റൽ ഐറ്റം ഇല്ലാതെ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുണ്ടോ? വളരെ എമർജൻസി ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അവര് വേഗം തന്നെ നമ്മൾ ഓക്സിജൻ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ല, ഓക്സിജൻ അവൈലബിലിറ്റി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ നിലനിൽപ്പുണ്ടോ? അതെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് വൈറ്റൽ ഐറ്റം. എക്സാമ്പിൾ ആണ് ഓക്സിജൻ സിലിണ്ടർ. വിത്തൗട്ട് ദിസ് ഐറ്റം ദ ഹോസ്പിറ്റൽ കനോട്ട് റൺ അല്ലേ. അപ്പൊ ഈ ഐറ്റം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിന് റൺ ചെയ്യാൻ പറ്റില്ല. അത്രയും പ്രധാനപ്പെട്ട ഐറ്റം ആണ്. ഇനി രണ്ടാമത്തെയാണ് എസെൻഷ്യൽ ഐറ്റം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ആന്റിബയോട്ടിക്സ്, ഡ്രഗ്സ്, ഇതൊക്കെ നമുക്ക് എസെൻഷ്യൽ ഐറ്റം, അത്യാവശ്യമാണ്. ഇതിപ്പോ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലെ, ഹോസ്പിറ്റൽ റൺ ചെയ്യുമല്ലോ. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഇതാണെങ്കിലും അതെന്താ പറയാ, ഹോസ്പിറ്റലിൽ റൺ ചെയ്യും. പക്ഷെ എന്താ പറയാ, ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയിൽ ചെറുതായിട്ട് അഫക്ട് ചെയ്യും അല്ലെ. ക്വാളിറ്റീനെ അഫക്ട് ചെയ്യൂലേ. ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞൊരു മോശമായിട്ടുള്ള കാര്യമുണ്ട്. ഡിസറബിൾ എന്ന് പറഞ്ഞാൽ അഭികാമ്യമായ, അത് മഞ്ഞുള്ളൂ, നമ്മൾ രണ്ടാമത്തെ പറയുന്നതല്ലേ ഉള്ളൂ, അഭികാമ്യമായ കേട്ടോ. ഇപ്പൊ എസെൻഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താ? അത്യാവശ്യം വേണ്ടത് അല്ലെ. അപ്പൊ അത് ആ ഐറ്റം ഇല്ല എന്ന് കരുതി വലിയ കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റൽ റൺ ചെയ്യും. പക്ഷെ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റീനെ എന്ത് ചെയ്യുന്നു, അത് അഫക്ട് ചെയ്യും. ഓക്കെ, അതിനാണ് ഇപ്പൊ നമ്മള് എന്താ പറയുക, ആന്റിബയോട്ടിക്സ് അല്ലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എസെൻഷ്യൽ ഐറ്റത്തിൽ വരുന്ന. ഇനി അടുത്ത ഡിസറബിൾ ഐറ്റം. അഭികാമ്യം മീൻസ് ഞാൻ പറയാം, ഡിസറബിൾ എന്ന് പറഞ്ഞാൽ അഭികാമ്യമായിട്ട്. അതായത് എന്താ പറയാ, നമുക്ക് അത് ഇല്ലാന്ന് വെച്ചാലും അഭികാമ്യമായിട്ടെന്ന് പറഞ്ഞാൽ അതിപ്പോ ഇല്ലാന്ന് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതായത് എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു കഫ് സിറപ്പ്, ഒരു കഫ് സിറപ്പ് അല്ലെങ്കിൽ വൈറ്റമിന്റെ ഇതെന്ന് പറഞ്ഞാൽ, അപ്പൊ അതാന്ന് വെച്ചാൽ ഹോസ്പിറ്റലില് അതിലിപ്പോ വലിയ പ്രശ്നമില്ല. അതില്ലാന്ന് വെച്ചാലും ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാതിരിക്കൂല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെ വലിയ രീതിയിൽ അത് അഫക്ട് ചെയ്യില്ല. വിൽ നോട്ട് അഫക്ട് ദ ക്വാളിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ആയിട്ട് പറയാം കഫ് സിറപ്പ് ഒക്കെ. അപ്പൊ അതെന്താ വെച്ചാൽ ആ മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വൈറ്റമിൻ വളരെ ഇമ്പോർട്ടന്റ്, അതാണ് ഓക്സിജൻ സിലിണ്ടർ പറഞ്ഞത്. ആ സംഭവം ഇല്ലെങ്കിൽ, വൈറ്റൽ ഐറ്റം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിന് നിലനിൽപ്പില്ല.
രണ്ടാമത്തെയാണ് എസെൻഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ടുള്ള ഐറ്റം ആണ്. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ആന്റിബയോട്ടിക്സ് പറഞ്ഞത്. അപ്പൊ അത് ആ ആന്റിബയോട്ടിക്സ് ഇല്ല എന്ന് കരുതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റം ഇല്ലാത്തത് മൂലം ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാതെ ഒന്നും ഇരിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ അത്ര അഫക്ട് ചെയ്യില്ല, പക്ഷെ ക്വാളിറ്റിയിൽ ചെറുതായിട്ട് അഫക്ട് ചെയ്യും. ഇനി മൂന്നാമത്തെ ഡിസറബിൾ അഭികാമ്യമായത്, അതായത് എന്താ പറയാ, ആ ഒരു ഐറ്റം ഇല്ല എന്ന് കരുതി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാതിരിക്കുവോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു ക്വാളിറ്റിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ഐറ്റമാണ് ഡിസറബിൾ ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, critical nature of the particular item. ആ നേച്ചർ അനുസരിച്ച് യൂസ്ഡ് ടു ഡിറ്റർമിൻ സ്റ്റോക്ക് ലെവൽ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ലെവൽ നിർണ്ണയിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ മെറ്റീരിയൽസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ HML ആണ്. അതായത് എന്താണ്, നമുക്ക് HML ഹൈ ഐറ്റം ഉണ്ട്, മീഡിയം ഐറ്റം ഉണ്ട്, ലോ ഐറ്റം ഉണ്ട്. അവിടെ പ്രൈസ്, ഓക്കെ വെരി ഗുഡ്, അവിടെ പ്രൈസ് ആണ്, കണ്ടോ, പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ എന്നാട്ടോ, അത് ഇത് കറക്റ്റ് ചെയ്തോ, അത് മെറ്റീരിയൽ. ഇവിടെ നോക്കുന്നത് എങ്ങനെയാ, പ്രൈസ് ആണ്, വിലയാ നമ്മൾ നോക്കുന്നത്. മെറ്റീരിയലിന്റെ പ്രൈസ് ആണ് ടു കൺട്രോൾ പർച്ചേസ്, അല്ലെ? അത് പർച്ചേസ് കൺട്രോൾ ചെയ്യാനും ആ ഐറ്റത്തിന്റെ വില ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹൈ ഐറ്റം, അല്ലെ, ഒത്തിരി വിലയുള്ളത്, ഹൈ കോസ്റ്റ് ഐറ്റം, മീഡിയം കോസ്റ്റ് ഐറ്റം, ലോ കോസ്റ്റ് ഐറ്റം. ഇവിടെ എന്തിനാണ്, റിഗാർഡിംഗ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ പ്രൈസ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, വലിയ വിലയുള്ളത് അല്ലെങ്കിൽ മീഡിയം കോസ്റ്റ് വരുന്നത്, കോസ്റ്റ് വളരെ കുറവുള്ളത്, അങ്ങനെ ഹൈ, മീഡിയം, ലോ. ഇനി അടുത്ത് നോക്കിയേ, XYZ. XYZ ക്ലാസിഫിക്കേഷൻ. XYZ എന്ന് പറഞ്ഞാൽ വാല്യൂ ആണ് അവിടെ നോക്കുന്നത്. വാല്യൂ, ഇതിന്റെ മൂല്യമാണ്. ഡിപ്പെൻഡ് ഓൺ ദ റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ, ഇൻവെന്ററീസ്, ഇൻവെന്ററീസ് എന്നാട്ടത് INVENTORIES, ഇൻവെന്ററീസ് ആൻഡ് ഓഫ് ദ ഐറ്റം സ്റ്റോർ, their uses at a scheduled interval. അതായത് വാല്യൂ ഓഫ് ദ ഐറ്റം, ആ ഐറ്റത്തിന്റെ മൂല്യം അനുസരിച്ചാണ് എന്ത് ചെയ്തേക്കുന്നത്, ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പ്രൈസ് വ്യത്യാസമായിരിക്കും, പക്ഷെ ഐറ്റത്തിന്റെ മൂല്യമാണ് XYZ പറഞ്ഞിരിക്കുന്നത്. വാല്യൂലാണ്, കണ്ടോ, റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ. ഇനി FSN, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതാ FSN എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതെങ്ങനെയാണ് ഐറ്റത്തിനെ നോക്കിയത്, ഫാസ്റ്റ് മൂവിങ്, S എന്ന് പറഞ്ഞാൽ സ്ലോ മൂവിങ്, ദെൻ അടുത്ത് നോക്കിയേ ദെൻ എന്ന് വെച്ചാൽ നോൺ മൂവിങ് ഐറ്റം, നോൺ മൂവിങ് ഐറ്റം, fast moving, slow moving and non-moving items. FSN, അതായത് ഫാസ്റ്റ് മൂവിങ്. തിരുത്തേണ്ടതാണോ, തിരുത്തേണ്ടത് ആ ഇൻവെന്ററീസ് എന്നാണ് കേട്ടോ. അത് XYZ ഡിപ്പെൻഡ് ഓൺ ദ റിവ്യൂ ദ ഇൻവെന്ററി വാല്യൂ ഇൻവെന്ററീസ്, inventories and of item stores. ഇനി FS എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്, സ്ലോ, നോൺ മൂവിങ് ഐറ്റം. അതായത് ഇപ്പൊ നമ്മൾ പറയാണ്, നമുക്ക് ബേസ്ഡ് ആ ക്ലാസിഫിക്കേഷൻ എന്തിന് ബേസ് ചെയ്തിട്ടാ, അതിന്റെ നോൺ മൂവിങ് ഐറ്റം. നോൺ മൂവിങ് ഐറ്റം, നോൺ ആണ് കേട്ടോ, NON, നോൺ മൂവിങ് ഐറ്റം. ടെക്സ്റ്റില് ഓൺ മൂവിങ് ആണ് അല്ലെ, നോൺ മൂവിങ് ഐറ്റം. പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ളത്, പതുക്കെ നമുക്ക് എത്തുന്ന രീതിയിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വളരെ ഇതായിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് ഐറ്റം. ഇനി അടുത്ത STE എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താണ്, S എന്ന് പറഞ്ഞ സ്കേർട്സ് ഐറ്റം. സ്കേർട്സ് എന്ന് പറഞ്ഞ എന്താ, സ്കേർട്സ്
വളരെ ദൗർലഭ്യം, നമുക്കത് കിട്ടാൻ, ആ മെറ്റീരിയൽ കിട്ടാനായിട്ട് വളരെയധികം ഡിഫിക്കൽട്ട് ആണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അതാണ് സ്കേർട്സ് ഐറ്റം. വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്, അല്ലെ? വളരെ ദൂരേന്ന് നമുക്ക് കൊണ്ടുവരണം, നമ്മുടെ അടുത്തെങ്ങും കിട്ടാൻ. അൺഅവൈലബിലിറ്റി, ശരിയാണ്. നമുക്ക് തൊട്ടടുത്തൊന്നും അവൈലബിൾ അല്ല, അത് വളരെ ദൂരത്തു നിന്ന് കൊണ്ടുവരണം. അങ്ങനെയുള്ളതാണ് ഏത് സ്കേർട്സ് ഐറ്റം എന്ന് പറയുന്നത്. സ്കേർട്സ് ഐറ്റം അതായത് നമ്മൾ പർച്ചേസിങ് പ്രോബ്ലം ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോബ്ലം ബേസ്ഡ് ഇൻ പർച്ചേസിങ്, അല്ലെ? പർച്ചേസിംഗിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം, അതായത് അതിന്റെ അവൈലബിലിറ്റി നമ്മൾ നോക്കുന്നത്. നമുക്ക് എങ്ങനെയാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണോ, അതിനെയൊക്കെ അനുസരിച്ചാണ്. നോക്കിയേ, സ്കേർട്സ് ഐറ്റം സ്കേർട്സ് എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്. അങ്ങനെയുള്ള ഐറ്റംസ് ഒരു സെക്ഷൻ. അടുത്ത് നോക്കിയേ, ഡിഫിക്കൽട്ട്, നമുക്കത് ബുദ്ധിമുട്ടാണ്, അതായത് അവൈലബിൾ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് കിട്ടും, പക്ഷെ എന്താ പറയുക, കുറച്ച് ദൂരത്തുനിന്നായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ എന്താ പറഞ്ഞ, വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ് എന്നാ പറഞ്ഞത്, അല്ലെ? സ്കേർട്സ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാൻ. അത് നമ്മുടെ ഈ കൺട്രിയിൽ ഇല്ല, വേറെ ദൂര സ്ഥലത്ത് നിന്ന്, വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ കൊണ്ടുവരേണ്ടതായിരിക്കും അങ്ങനെയുള്ള മെറ്റീരിയൽസ്. ഇത് രണ്ടാമത്തേന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ്, അതായത് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്, നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതായത് നമ്മുടെ ഈ കൺട്രിയിലുണ്ട്, അവൈലബിൾ ഇൻ ദ കൺട്രി, ബട്ട് എന്താണ്, ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്. പിന്നെ മൂന്നാമത്തെയാണ് ഈസി ഐറ്റം, ഈസി അവൈലബിൾ, ഈസി ആയിട്ട് എപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന ഐറ്റംസ്. നിയറസ്റ്റ് പ്ലേസിൽ എനി ടൈം, നമ്മുടെ തൊട്ടടുത്തുള്ള സമയത്ത് ഏത് സമയത്തും നമുക്ക് അവൈലബിൾ ആകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ്. ജസ്റ്റ് എന്താന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിനകത്ത് എന്താണ് സ്കേർട്സ് ഐറ്റം, ഡിഫിക്കൽട്ട്, ഈസി ടു ഗെറ്റ് ഇറ്റ്, ഈസി ഐറ്റം, അത് ഈസി അറ്റൈൻ, അത്. ഇനി അടുത്ത് നോക്കിയേ, GOLF, ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്. അവിടെ എന്താ നോക്കുന്നത്, സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ, എവിടെ നിന്നാണ് നമുക്ക് ആ മെറ്റീരിയൽ കിട്ടുന്നത്, ആ സോഴ്സ്, ആ ഉറവിടാണ് നമ്മൾ നോക്കുന്നത്. ഗവൺമെന്റ്, G എന്ന് പറഞ്ഞ എന്താ, G സ്റ്റാൻഡ്സ് ഫോർ ഗവൺമെന്റ്. O ആണെങ്കിൽ ഓർഡിനറി പർച്ചേസ്, നമ്മൾ പഠിച്ചല്ലേ, ഓർഡിനറി. ദെൻ അടുത്തത് എന്ന് പറഞ്ഞ ലോക്കല്, ആൻഡ് ദെൻ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോറിൻ കൺട്രീസ്, ഫോറിൻ പർച്ചേസ്. ഇനി അടുത്താണ് സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റംസ്, മെറ്റീരിയൽസ്. സീസണൽ ആൻഡ് ഓഫ് സീസണൽ, അതാണ് സീസണൽ എന്ന് പറഞ്ഞ എന്താ, സീസണൽ ഐറ്റം എന്ന് പറഞ്ഞ എന്താ, സീസണൽ ഐറ്റം എന്താണ്, സീസണൽ ഐറ്റം, സീസണൽ ആൻഡ് ഓഫ് സീസണൽ. സീസണിൽ, അല്ലെ? ഇപ്പൊ നമ്മളൊരു മാങ്ങ, നമുക്ക് എപ്പോഴാ കിട്ടണേന്നുള്ളത്, ഇപ്പൊ ഒരു മാങ്ങ, അതൊരു സീസൺ ഉണ്ട്, അല്ലെ? മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സീസൺ. ആ സമയത്ത് എങ്ങനെയായിരിക്കും, നമുക്ക് എല്ലായിടത്തും അത് അവൈലബിൾ ആയിരിക്കും, പൈസയും കുറവായിരിക്കും, അല്ലെ? അംബർല, ശരി, അംബർലക്ക് മഴ സമയത്ത്, അത് നമ്മള് ആ സമയത്ത് കൂടുതലില്ല. ഓക്കെ, മഴ സമയത്ത്. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മാങ്ങയുടെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്കത് ഏത് സീസണലാണ്, അല്ലെ? ഒരു പ്രത്യേക സീസണിൽ നമുക്ക് എന്താ, മാങ്ങ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് എല്ലാ കടയിലും ചെന്ന് കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. അപ്പൊ പൈസ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. സീസണൽ ടൈമില് നമുക്ക് പ്രൈസ് കുറവായിരിക്കും. ഇനി ഓഫ് സീസണൽ ഐറ്റം, അതായത് മാങ്ങ കിട്ടാത്തൊരു, ഇപ്പൊ എല്ലാ സമയത്തും കിട്ടും കേട്ടോ, ഇപ്പൊ എല്ലാ സമയത്തും കിട്ടും, എന്നാലും നേരത്തേക്ക് അങ്ങനെയല്ലോ, അതായത് നമുക്ക് സീസണൽ അല്ല, ആ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ വില കൂടുതലായിരിക്കൂലേ, നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട്, എല്ലായിടത്തും ഒന്നും നോക്കിയാൽ കിട്ടൂല. സീസണൽ അല്ലാത്ത സമയത്ത് എല്ലാ കടയിലും കയറി കഴിഞ്ഞാൽ അത് കിട്ടൂല, അല്ലെ? അത് ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തായിരിക്കും കിട്ടുന്നത്. ചിലപ്പോ ഒരു 10 കടയിൽ കയറിയ ഒരു കടയിലായിരിക്കും ഓഫ് സീസണൽ സമയത്ത് ആ സാധനം ലഭ്യമാകുക. അപ്പൊ എന്താ, അതിന്റെ പ്രൈസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ്, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആട്ടോ മെറ്റീരിയൽസിന്റെ. അപ്പൊ സീസണൽ ഐറ്റം, ഓഫ് സീസണൽ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാം. എല്ലാ സീസണിലും അവൈലബിൾ ആകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസും, ഓഫ് സീസണൽ എല്ലാ സമയത്തും അവൈലബിൾ കിട്ടാത്ത തരത്തിലുള്ള മെറ്റീരിയൽസും, ഒരു പ്രത്യേക സീസണിൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ള മെറ്റീരിയൽസിനും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തതാണ് VEIN, വൈറ്റൽ
ആൻഡ് നോർമൽ. വൈറ്റൽ എന്നാട്ടോ, VITAL, ഒരു എല്ല് മതി അത്. വൈറ്റൽ ആൻഡ് നോർമൽ നമ്മൾ പറഞ്ഞില്ല, സുപ്രധാനമായത്, നോർമൽ ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് ടു റീസ്റ്റേ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്. അത്യാവശ്യമായിട്ട് വൈറ്റൽ, സുപ്രധാനമായിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് അത് പർച്ചേസിൽ നമുക്കത് ഇമ്പോർട്ടൻസ് ആണ്, വൈറ്റൽ ആയിട്ടാണോ നോർമൽ ആയിട്ടുള്ളതാണോ എന്നുള്ളത്. പിന്നെ അടുത്തത് റാം ആണ്. റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റിലയബിലിറ്റി വിശ്വസ്തത, വിശ്വാസ്യത എന്നൊക്കെ പറയും. റിലയബിൾ ആണ്. അവൈലബിലിറ്റി അതിന്റെ ലഭ്യത. മെയിൻ്റെനൻസ് അതിന്റെ പരിപാലനം. മെയിൻ്റെനൻസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ആ പേരുകളില്ലേ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ ആ റാം എന്ന് പറഞ്ഞില്ല, R എന്താണോ അല്ലെങ്കിൽ A എന്താണോ M എന്താണോ അങ്ങനെ ഏതെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ VI എന്ന് പറഞ്ഞ എന്താ സ്റ്റാൻഡ് ചെയ്യണേന്നോ, അതാണ് ഞാൻ ഡീറ്റെയിൽ ഒത്തിരി അതിനകത്ത് വായിച്ച് പറയാതെ അതിനകത്തുള്ള കാര്യം മാത്രം ഞാൻ പറഞ്ഞു വെച്ചത് കേട്ടോ. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ GOLF എന്ന് പറഞ്ഞ എന്താണ്? അതിനകത്ത് G എന്താണ്? ഗവൺമെന്റ്. O എന്ന് പറഞ്ഞ ഓർഡിനറി. L എന്ന് പറഞ്ഞ ലോക്കൽ. Then F എന്ന് പറഞ്ഞ എന്താണ്? ഫോറിൻ പർച്ചേസ് ആണ് അല്ലെ. SOS എന്ന് പറഞ്ഞ എന്താണ്? സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റംസ് ആണ്. അത് പിന്നെ അത് SD എന്ന് പറഞ്ഞ സ്കിൽസ് ആണ്. ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇറ്റ്, ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെ ആ ജസ്റ്റ് അത് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. അതാണ് ഒത്തിരി ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതേ പാരഗ്രാഫ് ഫുള്ളും വായിച്ച് അതിങ്ങനെ എന്താന്നുള്ള കാര്യം പറഞ്ഞു തന്നത്. അത്രയും പറഞ്ഞാൽ മതി. അത്രയാണ് അതിൽ ഇത് വരുള്ളൂ. പക്ഷെ കോഡിഫിക്കേഷൻ നോക്കണം കേട്ടോ. ഇതിനകത്ത് SOS ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാല് അതിൽ SOS S എന്താണെന്നോ O എന്താണോ എന്ന് പറഞ്ഞൊക്കെ എന്താണെന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കാം. സീസണൽ ആൻഡ് ഓഫ് സീസണൽ ഐറ്റം ആണ്. VEI എന്ന് പറഞ്ഞാൽ വൈറ്റൽ ആൻഡ് നോർമൽ ഐറ്റം ആണ്. Then റാം എന്ന് പറഞ്ഞ എന്താ? റാമിന്റെ R എന്താ? റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ്. റിലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസ്തത. Then അവൈലബിലിറ്റി അതിന്റെ മെറ്റീരിയൽസിന്റെ ലഭ്യത. നെക്സ്റ്റ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിപാലനം. മെയിൻ്റെനൻസ്, പരിപാലനം. അതെങ്ങനെയാണ്? റിലൈ ഓൺ ദ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റിന്റെ സർവീസ് അല്ലെ, സേവനത്തെ ആശ്രയിച്ചായിരിക്കുന്നത്. To plan purchase factors and functioning and maintenance capacity of the equipment. Purchase factors പ്രവർത്തനവും ഉപകരണ പരിപാലനവും ശേഷിയും ഒക്കെ എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യാനായിട്ട്, ആസൂത്രണം ചെയ്യാനായിട്ട്. Plan purchase factors, functioning and maintenance capacity of the equipment. ഇത് എന്തിനു ബേസ് ചെയ്തിട്ടിരിക്കുന്ന? സർവീസ് അല്ലെ. റിലയബിൾ, വിശ്വസ്തമാണോ, നമുക്ക് അത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റെനൻസ്, പരിപാലനം. ഓക്കെ, അപ്പൊ അതിന്റെ റാമിന്റെ റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റെനൻസ് അത് മാത്രം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ. റിലൈസ് ഓൺ ദ സർവീസ് ഓഫ് ദ എക്യുപ്മെന്റ്. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു സെക്ഷൻ. നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ നോക്കി ഏതെല്ലാം തരത്തിലാണെന്ന് നോക്കി, ആ ക്രൈറ്റീരിയ നോക്കി. എത്രയോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസിനെ നമ്മൾ പല രീതിയിൽ നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ABC അനാലിസിസ് ആണ്. ABC അനാലിസിസ്, ABC മൂല്യ വിശകലനം. എങ്ങനെയാണ് ABC മൂല്യ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ദിസ് അനാലിസിസ് വി ക്യാൻ ഡു ഇൻവെന്ററി കൺട്രോൾ. ഇതിന് വേണ്ടിയിട്ടാണ് ABC അനാലിസിസ് അല്ലെങ്കിൽ മൂല്യ വിശകലനം എന്ന് പറയുന്നത്. എന്തിനാ? ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാൻ ABC അനാലിസിസ് ഉപയോഗിക്കുന്നു. ഫോർ ദിസ് അനാലിസിസ് വി ക്യാൻ ഡു ഇൻവെന്ററി കൺട്രോൾ. അതെന്താന്ന് നോക്കിയാൽ, മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. അത് ABC എന്നാട്ടോ, ABC കറക്റ്റ് ചെയ്തേ. മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ്. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. ഇൻവെന്ററിയുടെ പ്രോപ്പർ കൺട്രോൾ ചെയ്യാനായിട്ട് ABC ടെക്നിക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ABC ടെക്നിക്. ഇവിടെ ചോദിക്കാം, മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി ഡാഷ് ടെക്നിക് ഈസ് യൂസ്ഡ്. ഏത് ടെക്നിക്കാ? ABC ടെക്നിക് ഈസ്
used. In ABC technique, materials are categorized into 3 groups. അത് കണ്ടാൽ തന്നെ അറിയാലോ. ABC technique materials എത്രയായിട്ട് കാറ്റഗറി തിരിച്ചേക്കുന്നത്? എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കി. A item, B item, C item. ഏതൊക്കെയാണ്? A item ഉണ്ട്, B item ഉണ്ട്, C item ഉണ്ട്. എന്തിനാണ് നമ്മൾ ABC അനാലിസിസ് എന്ന് പറഞ്ഞത്? പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ, അല്ലെ? മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററി. ABC ടെക്നിക് ഈസ് യൂസ്ഡ്. Maintain a proper control of inventory. ABC technique is used. Inventory proper ആയിട്ട് കൺട്രോൾ ചെയ്യാൻ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ABC ടെക്നിക്, ABC അനാലിസിസ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് മെറ്റീരിയൽസിന് അതിന്റെ പേരിൽ തന്നെ അറിയാം. ഇൻ ABC അനാലിസിസ് അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ പോയിന്റും നോട്ട് ചെയ്തിട്ടോ. ഇൻ ABC അനാലിസിസ് മെറ്റീരിയൽ categorized into dash group. എത്ര ഗ്രൂപ്പ്? അതിൽ നിന്ന് തന്നെ അറിയാം. 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. അത് ഏതൊക്കെയാ? A item ഉണ്ട്, B item ഉണ്ട്, C item ഉണ്ട്. A item, B item and C item. According to the cost of the material and money value of consumption. എന്തനുസരിച്ച് തിരിച്ചേക്കണേ അവര്? കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽ, മെറ്റീരിയലിന്റെ വില അനുസരിച്ച്, കോസ്റ്റ് അനുസരിച്ച്, ആൻഡ് മണി വാല്യൂ ഓഫ് കൺസംഷൻ, ഉപഭോഗത്തിന്റെ പണമൂല്യം അനുസരിച്ച്, മെറ്റീരിയൽസിന്റെ കോസ്റ്റ് അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസിനെ 3 തരത്തിൽ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. A item, B item, C item. ഇതൊന്ന് നോട്ട് ചെയ്തിട്ടോ. Maintain a proper control of inventory. ഏത് ടെക്നിക്കാ യൂസ് ചെയ്യുന്നത്? ABC technique is used. According to ABC technique, ABC analysis, the materials are categorized into എത്ര ഗ്രൂപ്പ്? 3 ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? A item ഉണ്ട്, B item ഉണ്ട്, C item ഉണ്ട്. ഇത് എങ്ങനെയാ തിരിച്ചേക്കണേ? എങ്ങനെയാണ്? According to the cost of the material. ആ മെറ്റീരിയലിന്റെ വില എങ്ങനെയാണ്? And to the money value of consumption. ഉപഭോഗത്തിന്റെ പണമൂല്യം അനുസരിച്ച്, കോസ്റ്റ് അനുസരിച്ച് ഒക്കെ നമുക്ക് 3ആയിട്ട് മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. Categorized into 3 group. Okay. ABC അനാലിസിസ് വരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? മെയിൻ ആയിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞതില് നമ്മൾ എന്താണ് ആ സ്റ്റോറുകൾ നോട്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെ, അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും കാണാറുണ്ട്. ഏതൊക്കെ റെക്കോർഡുകളാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോറുകളിൽ കീപ്പ് ചെയ്യുന്നത്, ആ റെക്കോർഡ്സ് ഓർ ഡോക്യുമെന്റ്സ് എന്നുള്ളത് നോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് സ്റ്റോർ വേരിയേഷൻ എന്ത് ഇതും കൊണ്ടൊക്കെയാണ് സംഭവിക്കുന്നത്. സ്റ്റോറിൽ വേരിയേഷൻ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് പിൽഫറേജ് എന്താന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് നോക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ്, 5 പോയിന്റ് മാത്രമേ ഉള്ളൂ, അത് നോക്കുക. പിന്നെ കോഡിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു. പലതരത്തിലുള്ള കോഡിഫിക്കേഷൻ 6 എണ്ണം പഠിക്കണം. അത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റത്തിലാണെന്ന് മാത്രം പഠിച്ചാൽ മതി, എക്സാമ്പിൾ പഠിക്കേണ്ട. പിന്നെ അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഈ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ, ഇത് ഈ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന പല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. അത് ഏതൊക്കെയാണ്? അതിനും ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ VD എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്, VD-യിൽ B എന്താണ്, E എന്താണ്, D എന്താണ്, അത് മാത്രം നമുക്ക് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ അതിന്റെ ക്ലാസിഫിക്കേഷനും പിന്നെ ലാസ്റ്റ് ABC അനാലിസിസും ആണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.